രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. വൃന്ദാവനം നീ മറന്നോ, മധുരയെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധയെ നീ മറന്നോ, കണ്ണാ പൈക്കളെ നീ മറന്നോ. രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ. മറന്നിട്ടും മറക്കാത്ത രാധ. രാധേ രാധേ ഓ രാധേ 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 ഓ രാധേ രാധേ. രാധേ രാധേ എന്ന ചാനലിൻ്റെ അഷ്ടപതി ക്ലാസ്സുകളിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് അഷ്ടപതി 8ാമത്തെ അധ്യായമാണ്. അവസാനത്തെ വന്ദന ശ്ലോകത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇതിനു മുമ്പുള്ള എപ്പിസോഡുകൾ കാണണം എന്നാഗ്രഹമുള്ളവർ ഒരു കാര്യം ചെയ്താൽ മതി, പ്ലേലിസ്റ്റ് എടുത്താൽ മതി. പ്ലേലിസ്റ്റിനകത്ത് ഇത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ തിങ്കളാഴ്ചയും 12 മണിക്ക് നാരായണീയത്തിൻ്റെ ക്ലാസ് ഉണ്ട്, അത് കേൾക്കുക. ആയുരാരോഗ്യ സൗഖ്യത്തോടെ ജീവിക്കുക. എല്ലാ ചൊവ്വാഴ്ചയും കൃഷ്ണൻ്റെ കാമുകിയായ രാധയുടെ ജീവിതകഥ ജനനം മുതൽ മരണം വരെ അടുക്കിന് അവതരിപ്പിക്കുകയാണ്. നിരവധി റിസർച്ച് നടത്തി. അപ്പോൾ ഇപ്പം തന്നെ 224 അധ്യായമായി കഴിഞ്ഞു. നിങ്ങൾ ഇപ്പം പുതിയതായിട്ട് കേൾക്കുക. സമയം കിട്ടുമ്പോഴൊക്കെ ഇതിനു മുമ്പുള്ളത് എടുത്തു വെച്ച് നിങ്ങൾ കേൾക്കുക. അതേ കണക്ക് തന്നെ എല്ലാ വ്യാഴാഴ്ചയും അഷ്ടപതിയുടെ ക്ലാസ്സാണ്. എല്ലാ വെള്ളിയാഴ്ചയും നിങ്ങൾക്ക് മോക്ഷം കിട്ടുന്നതിന് വേണ്ടി സാക്ഷാൽ മോക്ഷം കിട്ടുന്നതിന് വേണ്ടി ധർമ്മപദമാണ്. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്, അത് കേൾക്കുക. പിന്നെ ഞാൻ കൊല്ലത്താണ്, വേണമെന്നവർക്ക് ഇവിടെ വന്ന് പഠിക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ട് എല്ലാ ദൂരെ നിന്ന് വരുന്നവർക്ക് താമസ സൗകര്യങ്ങളെല്ലാം ഉണ്ട്. ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ജ്യോതിഷ സംബന്ധമായ കാര്യം ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ വർഷത്തിൽ ജനിച്ചവരുടെ ഫലങ്ങളെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ശ്രദ്ധയോടുകൂടി എന്ത് ചെയ്യുക, കേൾക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. 9645333999 എന്ന നമ്പറിലേക്ക് എന്ത് ചെയ്താൽ മതി, എന്നെ വിളിച്ചാൽ മതി. തികച്ചും സൗജന്യമായിരിക്കും. അഷ്ടാവക്ര ഗീതയുണ്ട്. ഹിന്ദുക്കൾ അറിയേണ്ടവ എന്ന പ്ലേലിസ്റ്റിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട്. ക്ഷേത്രങ്ങളിൽ പോകാൻ ആഗ്രഹമുള്ളവർക്ക് ഉടുപ്പി, അതേ കണക്ക് മൂകാംബിക, അതേ കണക്ക് തന്നെ നമ്മൾ തിരുപ്പതി, അങ്ങനെ സകല പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. ആ ക്ഷേത്രങ്ങളിൽ സന്ദർശനം നടത്തുക. പിന്നെ നമുക്കെല്ലാ ഐശ്വര്യത്തിനും രാധാ കവചമുണ്ട്. രാധാ കവചം 2 ഉണ്ട്. അത് 2 ചൊല്ലിയാലേ ഐശ്വര്യങ്ങൾ കിട്ടൂ. അത് നമ്മുടെ കൃഷ്ണപ്രിയ പാടി അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് കേൾക്കുക. അതുകൂടാതെ രാധാ കവചത്തിൻ്റെ ക്ലാസ്, ആ സംസ്കൃത വാക്കുകളുടെ അർത്ഥം സഹിതം നിങ്ങളെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, കേൾക്കുക. ഇപ്പം നമുക്ക് അഷ്ടപതി പാടിത്തരുന്നത് നിങ്ങൾക്ക് സുപരിചിതയായി മാറിയ കാഞ്ചനയാണ് നിങ്ങൾക്കിത് പാടിത്തരുന്നത്. വളരെ മനോഹരമായി കാഞ്ചന പാടുന്നു. അതിനുശേഷം ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നതായിരിക്കും.
അന്തർമോഹനമൗലികൂർണനചലന്മന്ദാരവിസ്രംസന സ്തബ്ധാകർഷണലോചനോത്സവമഹാമന്ത്രഃ കുരംഗീദൃശാം തൃപ്യത്താനമദോയമാനദിവിഷത്തുർവാരദുർവേദന ധ്വംസഃ कंसरिपो प्ररोपयतु वा श्रेयांसि वंशीरव. അപ്പോൾ നമ്മുടെ കാഞ്ചന ഇത് മനോഹരമായി പാടിയത് നിങ്ങൾ എല്ലാവരും കേട്ടല്ലോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിനു മുമ്പ് കഠിന കൃഷ്ണഭക്തനായ ഞാൻ എങ്ങനെ രാധാഭക്തനായെന്നൊരു വീഡിയോ ഉണ്ട്, നിശ്ചയമായിട്ടും നിങ്ങളത് കേൾക്കണേ. പിന്നെ രാധയുടെ നാമം പിന്നെ രാധാ സഹസ്രനാമം ഒരു പദം ഉച്ചരിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്. അതേ കണക്ക് തന്നെ രാധയെ പൂജിച്ചാൽ എന്നൊരു വീഡിയോ ഉണ്ട്. ഇതൊക്കെ നിങ്ങൾ കാണുക. അപ്പോൾ ഇത് നോക്കേ. അന്തർമോഹന മൗലീ കൂർണന ചലൻ മന്ദാര വിസ്രംസന സ്തബ്ധ ആകർഷണ ലോചനോത്സവ മഹാമന്ത്ര കുരംഗീ ദൃശ്യാം ദൃപ്യധാനവ ധൂയമാന ദിവിഷ ദുർവാര ദുർവേദനാ ധ്വംസ കംസരിപോ. ഇതാണ് ഈ വന്ദന ശ്ലോകത്തിൽ പറയുന്നത്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എഴുതിക്കൊള്ളൂ. ആദ്യമായിട്ട് പിന്നെയുണ്ടല്ലോ പ്രരോപയതുവാ ശ്രേയാംസി വംശീരവ. അർത്ഥം എഴുതിക്കൊള്ളൂ. അന്തർമോഹന, മനസ്സിനെ മോഹിപ്പിക്കുന്ന. എഴുതിക്കൂ. അന്തർമോഹന, മനസ്സിനെ മോഹിപ്പിക്കുന്ന. മൗലി, മൗലി തലമുടിക്കെട്ടെന്നാണ് ഇവിടുത്തെ അർത്ഥം. ശിരസ് എന്നൊരർത്ഥമുണ്ട്. ഇവിടുത്തെ അർത്ഥം തലമുടിക്കെട്ട്. എഴുതിയല്ലോ. കൂർണനം, കൂർണനം കുലുക്കുക, കൂർണനം കുലുക്കുക. ചല, ചലിക്കുമ്പോൾ. മന്ദാര, മന്ദാര പൂക്കള്. വിസ്രംസനം, വിസ്രംസനം വീഴുക, വീഴുക. സ്തബ്ധ, സ്തബ്ധ നിശ്ചലം നിൽക്കുക, നിശ്ചലമായി നിൽക്കുക. ലോചനം കണ്ണ്, ലോചനം കണ്ണ്. ലോചന ഉത്സവം മിഴികൾക്ക്, അതായത് കണ്ണുകൾക്ക് ഉത്സവമാകുന്ന, കണ്ണുകൾക്ക് ഉത്സവമാകുന്ന. കുരംഗീ ദൃശാം, കുരംഗി മാൻ, കുരംഗീ ദൃശാം മാനിൻ്റെ കണ്ണുകൾ പോലുള്ള കണ്ണുകളോട് കൂടിയവൾ. അങ്ങനെ അർത്ഥം എഴുതിക്കോ. കുരംഗീ ദൃശ, മാനിൻ്റെ കണ്ണുകൾ പോലുള്ള കണ്ണോട് കൂടിയവൾ. അടുത്തത് ദ്രവ്യദാനവ, ദുഷ്ടന്മാരായ അസുരന്മാർ. ദ്രവ്യദാനവ, ദുഷ്ടന്മാരായ അസുരന്മാർ. ദൂയമാന, ദൂയമാന ദുഃഖിപ്പിക്കുന്ന, ദുഃഖിപ്പിക്കുന്ന. ദിവിഷ, ദിവിഷ ദേവൻ. ദുർവാര ദുർവേദന, ദുർവാര ദുർവേദന. അർത്ഥം സഹിക്കാൻ കഴിയാത്ത വേദനയെ. കംസരിപു, ശ്രീകൃഷ്ണൻ. കംസരിപു, ശ്രീകൃഷ്ണൻ. പ്രരോപയത്ത്, ഉണ്ടാക്കട്ടെ, ഉണ്ടാക്കട്ടെ. ശ്രേയാംസി, കീർത്തി, ശ്രേയാംസി കീർത്തി. വംശീരവ, മുരളീനാഥം. ആദ്യം ഇതിൻ്റെ മൊത്തത്തിലുള്ള അർത്ഥം പറഞ്ഞു തന്നിട്ട് ഞാൻ നിങ്ങൾക്ക് വളരെ വ്യക്തമാക്കി തരാം. മാൻകണ്ണികളായ ഗോപികമാരുടെ മനസ്സിനെ മയക്കുന്നതും അവർ തല കുലുക്കുമ്പോൾ തലമുടിക്കെട്ടിൽ നിന്ന് വീഴുന്ന മന്ദാരപ്പൂക്കളെ കൊണ്ട് നിശ്ചലരായി നിൽക്കുന്ന അവസ്ഥ, സ്തബ്ധം, ആകർഷണം എന്നിവ ഉണ്ടാക്കുന്നതും കണ്ണുകൾക്ക് ഉത്സവമേകുന്ന മഹാമന്ത്രമായതും. ഏതോ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞു വരിക കേട്ടോ, അതേതാണെന്ന്. മഹാമന്ത്രമായതും അഹങ്കാരികളായിട്ടുള്ള അസുരന്മാരാൽ ദുഃഖിപ്പിക്കപ്പെടുന്ന ദേവന്മാരുടെ അസഹ്യമായ വേദനയെ
നശിപ്പിക്കുന്നതുമായ കംസാരിയായ, അതായത് ശ്രീകൃഷ്ണന്റെ മുരളീനാഥം നമുക്ക് ശ്രേയസ് ഉണ്ടാകട്ടെ. ഇവിടെ കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയും ആ ഓടക്കുഴൽ വായനയുടെ ഗുണഗണങ്ങളുമാണ് പറയുന്നത്. കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയ്ക്ക് എന്തെല്ലാം ഗുണഗണങ്ങളുണ്ട്? ഇവിടെ കൃഷ്ണൻ പഠിച്ച പണി 18 പയറ്റി രാധാറാണിയെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, രാധാറാണിയെ ഒന്ന് വിശ്വസിപ്പിക്കാൻ, എന്നിട്ടും ഒരു രക്ഷയുമില്ല. രാധാറാണി വല്ലാതെ കോപിഷ്ഠയായി നിൽക്കുകയാണ്. അപ്പോൾ ഉഗ്ര കോപിഷ്ഠയായിട്ട് രാധാറാണി നിൽക്കുകയാണ്. കൃഷ്ണൻ ഇനി പയറ്റാൻ ഒരായുധങ്ങളും കയ്യിലില്ല. അപ്പൊ കൃഷ്ണൻ തൻ്റെ അവസാനത്തെ ആയുധം എടുക്കുകയാണ്. ആ അവസാനത്തെ ആയുധമാണ് ഓടക്കുഴൽ. ആ ഓടക്കുഴലാണ്. എല്ലാം പരാജയപ്പെടുമ്പോൾ രാധാറാണി എപ്പോഴൊക്കെ ദേഷ്യപ്പെടുന്നുവോ ആ സമയത്ത് കൃഷ്ണൻ മധുരമായ വാക്കുകൾ പറഞ്ഞ് രാധാറാണിയെ പാട്ടിലാക്കും സാധാരണഗതിയിൽ. പക്ഷെ ചില സമയത്ത് കൃഷ്ണന്റെ മധുര വാക്കുകളിൽ രാധാറാണി വീഴില്ല. അത്തരം അവസരത്തിൽ കൃഷ്ണൻ എടുക്കുന്ന വജ്രായുധമാണ് ആരെന്ന് പറയുന്നത്? ഓടക്കുഴല്. ഇവിടെ കൃഷ്ണന്റെ ഓടക്കുഴലിന്റെ മേന്മയെക്കുറിച്ച് പറയുകയാണ്. മാനിന്റെ കണ്ണുകൾ പോലെ മനോഹരമായ കണ്ണുകളുള്ളവരാണ് ഗോപസ്ത്രീകൾ. കൃഷ്ണൻ ഈ ഓടക്കുഴൽ അങ്ങോട്ട് വായിച്ചു കഴിയുമ്പോഴേക്കും ആ ഗോപസ്ത്രീകള് അതിലേക്കങ്ങ് ആകർഷിക്കപ്പെടും. അവരുടെ മനസ്സിനെ ഈ നാദത്താൽ കൃഷ്ണൻ മയക്കിയെടുക്കും. ആ നാദം കേട്ടിട്ട് അതിനനുസരിച്ച് അവർ തല കുലുക്കുകയും ആ നാദം വരുന്ന വശത്തേക്ക് തല തിരിച്ചു നോക്കുകയും ചെയ്യും. 4 ചുറ്റും നോക്കും. എവിടുന്നാണ് വരുന്നത്? കൃഷ്ണന്റെ മുരളീനാഥത്തിന്റെ പ്രത്യേകത അതാണ്. പടിഞ്ഞാറൊന്ന് വായിച്ചാൽ പടിഞ്ഞാറൊന്ന് മാത്രമല്ല കിട്ടുന്നത്, എല്ലാ ദിക്കിൽ നിന്നും വരും. അങ്ങനെ അവര് കൃഷ്ണൻ എവിടുന്ന് വായിക്കുന്നു എന്നറിയാൻ എല്ലാം മറന്ന് തല തിരിച്ചു നോക്കും. ആ നാദത്തിനൊത്ത് തല കുലുക്കും. അപ്പോൾ ഗോപസ്ത്രീകളുടെ തലമുടിക്കെട്ടിൽ അങ്ങനെ മന്ദാരപ്പൂക്കൾ വെച്ചിരിക്കുകയാണ്. അതങ്ങനെ തിളങ്ങുകയാണ്. ഇവര് ഇങ്ങനെ കിടന്ന് തല ചുറ്റുമ്പോൾ, തല കുലുക്കുമ്പോൾ അല്ലേ, നാദത്തിനൊത്ത് തലകുലുക്കും. ഇതെവിടുന്ന് വരാന്ന് എന്നറിയാനായിട്ട് 4 പാടും തല കറക്കി നോക്കും, തല ചുറ്റി നോക്കും. ആ സമയത്ത് മന്ദാരപ്പൂക്കൾ അങ്ങ് താഴെ വീഴും. ആ മന്ദാരപ്പൂ, അതായത് അത്രയ്ക്ക് ശക്തിയാണ് കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയ്ക്ക്. ആ ശിരസിലിരിക്കുന്ന ഉറച്ചിരിക്കുന്ന മന്ദാരപ്പൂ പോലും ആ തലമുടി കെട്ടിലിരുന്ന് താളം പിടിച്ച് താഴെ വീഴുന്നതാണെന്നാണ് കവി പറയുന്നത്. അല്ലാതെ തലയൊന്ന് കുലുക്കിയത് കൊണ്ട് ഉറപ്പിച്ചു വച്ചിരിക്കുന്ന ഇത് വീഴും എന്ന് മാത്രം അവിടെ അർത്ഥമെടുക്കരുത്. സാധാരണക്കാർ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത്. ആ തലമുടിക്കെട്ടിലിരുന്ന മന്ദാരപ്പൂവ് തല കുലുക്കിയപ്പോൾ താഴെ വീണുപോയി അല്ല. കൃഷ്ണന്റെ ഓടക്കുഴൽ വായനയിൽ സർവചരാചരങ്ങളും തലകുലുക്കുമെന്നറിയുക മനുഷ്യൻ മാത്രമല്ല. അപ്പൊ ഗോപികമാരുടെ ശിരസിലിരിക്കുന്ന മന്ദാര പൂക്കൾ പോലും കൃഷ്ണന്റെ മോഹനമായ ഓടക്കുഴൽ നാദത്തിൽ ഇങ്ങനെ തലകുലുക്കുകയും അവരാ ശിരസിലെ അലങ്കരിച്ച മുടിയിൽ നിന്ന് താഴേക്ക് വീഴുകയും ചെയ്യും. ഗോപികമാരാകട്ടെ നിശ്ചലം, ആ ഗാനം കേട്ട് നിശ്ചലം ഇങ്ങനെ നിന്നുപോകും. എന്നിട്ട് വല്ലാതെ കൃഷ്ണനോട് ആകർഷിക്കപ്പെട്ട് കൃഷ്ണൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് കണ്ണുകൾ തുറിച്ചവരിങ്ങനെ നോക്കും. അവിടേക്ക് ഓടിപ്പോകാൻ അവരുടെ മനസ്സ് വെമ്പും. ആരെയും ആ ഓടക്കുഴൽ നാദം കൊണ്ട് ചലിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കൃഷ്ണനാക്കിക്കളയും. ഈ കൃഷ്ണന്റെ ഓടക്കുഴൽ നാദമുണ്ടല്ലോ, കണ്ണുകൾക്ക് ആനന്ദം പകരും. അതാണ് മനുഷ്യന്റെ ഓരോ അവയവങ്ങൾക്കും ആനന്ദം പകരുന്നതാണ് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദം. അത് ചെവിക്ക് മാത്രമല്ല, നമ്മുടെ കണ്ണുകൾക്ക് പോലും ആനന്ദം പകരുന്ന മഹാമന്ത്രമാണ് കൃഷ്ണന്റെ ഓടക്കുഴൽ വായന. കൃഷ്ണന്റെ ഓടക്കുഴൽ വായന, ആ നാദം
മനുഷ്യനെ, പക്ഷികളെ, മൃഗങ്ങളെ ചെടിയിൽ നിന്ന് ഇറുത്തെടുത്ത് മുടിക്കുള്ളിൽ തിരുകുന്ന പൂവിനെ വരെ, ഒരു ചെടിയിൽ നിന്ന് ഒരു പൂ ഇറുത്തെടുക്കുന്നതോടു കൂടി അതിൻ്റെ ജീവൻ നശിച്ചു കഴിഞ്ഞു. സത്യം പറഞ്ഞാൽ അത് മരിച്ചു കഴിഞ്ഞു. ആ പൂവ് മരിച്ചു കിടക്കുന്നവരെ പോലും ഉയർപ്പിക്കാൻ കഴിവുള്ള നാദമാണ് ശ്രീകൃഷ്ണന്റെ ഓടക്കുഴൽ നാദം. അതാണ് ജയദേവ കവി അവിടെ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ മരിച്ചവനെ പോലും ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന മഹാനാദം, സർവചരാചരങ്ങളെയും ആനന്ദ സാഗരത്തിൽ ആറാടിക്കുന്ന നാദം, കേൾക്കുന്നവൻ്റെ ശിരസ്സുകൾക്കും കാതുകൾക്കും കണ്ണുകൾക്കും ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും ആനന്ദം നൽകുന്ന മഹാമന്ത്രമാണ് കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം. ഈ നാദം കേൾക്കുമ്പോൾ എത്ര ദുഃഖിച്ചിരിക്കുന്നവരും ആ ദുഃഖങ്ങളൊക്കെ മറന്നിട്ട് ആനന്ദ സാഗരത്തിൽ ആറാടും. അസുരന്മാർ ഇരുട്ട വെളുക്ക ദേവന്മാരെ ഇട്ട് ആക്രമിക്കും. അസുരന്മാരുടെ ആക്രമണത്തിൽ ദേവന്മാരെപ്പോഴും ഇങ്ങനെ ദുഃഖിച്ചിരിക്കും. എന്ത് ചെയ്യാനാണ്? അസുരന്മാർ പോയി ബ്രഹ്മാവിൻ്റെ അടുക്കൽ നിന്നോ ശിവന്റെ അടുക്കൽ നിന്നോ മഹാവിഷ്ണുവിൻ്റെ അടുക്കൽ നിന്നോ ഒരു വരവും വാങ്ങിച്ചിട്ട് ഈ ദേവന്മാരെ മൊത്തം യുദ്ധത്തിൽ തോൽപ്പിക്കും. അപ്പം അങ്ങനെ എല്ലാ സുഖസൗകര്യങ്ങളും ആനന്ദവും അനുഭവിച്ചുകൊണ്ടിരുന്ന ദേവന്മാർ എല്ലാം നഷ്ടപ്പെട്ട് ദുഃഖിച്ചിരിക്കും. ആ ദേവന്മാർ പോലും കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം കേൾക്കുമ്പോൾ അതുവരെയുള്ള വേദന മറന്നിട്ട് അതിനകത്തിങ്ങനെ ആകൃഷ്ടരായി അവരുടെ മനസ്സിൽ ആനന്ദം വന്നിങ്ങനെ നിറയുന്നത് അവർക്ക് അനുഭവപ്പെടും. സാധാരണ നമ്മൾ ആലോചിക്കുക, സാധാരണഗതിയിൽ സ്വത്തുക്കളെല്ലാം നഷ്ടപ്പെട്ടു, സർവ്വതും നഷ്ടപ്പെട്ടു, വലിയ സുഖത്തിൽ കഴിഞ്ഞ ഒരാൾ താഴേക്ക് പതിക്കുകയാണ്. അയാൾക്ക് ഏത് വാദ്യം കേട്ടാലും ഒരു താല്പര്യവും തോന്നത്തില്ല. പക്ഷേ ഇവിടെ എല്ലാം നഷ്ടപ്പെട്ട ദേവന്മാർക്ക് പോലും, അതായത് സകലതും നഷ്ടപ്പെട്ടിരിക്കുന്നവന് പോലും ഒരു നിമിഷം കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ അവൻ പോലും സർവ്വതും മറന്നു പോകും. അത്രയ്ക്ക് പവിത്രമാണ് ആ നാദം. ആ നാദം എല്ലാവർക്കും ശ്രേയസ് ഉണ്ടാക്കട്ടെ എന്ന് ജയദേവ കവി ആശംസിക്കുകയാണ്. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം ഈ പ്രപഞ്ചത്തിലെ സകലരുടെയും ദുഃഖങ്ങൾ ഇല്ലാതാക്കട്ടെ. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിന് 6 മാജിക്കൽ പവേഴ്സ് ഉണ്ടെന്നറിയുക. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദത്തിന് 6 മാന്ത്രിക ശക്തി ഉണ്ടെന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒന്നാമത്തത് മോഹനത്വം എന്ന് പറയും. ആരുടെയും ഹൃദയത്തിൻ്റെ അഗാധ തലങ്ങളിൽ ഇറങ്ങിച്ചെന്ന് അവരെ തന്നിലേക്ക് വലിച്ചടിപ്പിക്കും. മോഹനത്വമുണ്ട്. 2 വശീകരണത്വം, മറ്റുള്ളവരെ ആ ഓടക്കുഴൽ നാദത്താൽ ആകർഷിച്ച് അടിമയാക്കി കളയും. പിന്നെ കൃഷ്ണൻ പറയുന്നതിനപ്പുറം ആരും ചലിക്കില്ല. ആ വശീകരണത്വം കൊണ്ടാണ് സിംഹങ്ങളും പുലികളും പോലും ആ നാദം കേൾക്കുമ്പോൾ ആസ്വദിച്ച് കൃഷ്ണന്റെ അടുക്കൽ വന്ന് മുയൽക്കുട്ടിയെ പോലെ നിൽക്കുന്നത്. അപ്പോൾ ഒന്ന് മോഹനത്വം, രണ്ടാമത്തത് വശീകരണത്വം, മൂന്നാമത്തത് സ്തംഭത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ നിന്നിടത്ത് നിന്ന് അനങ്ങാൻ കഴിയാതെ, ചലിക്കാൻ കഴിയാതെ നിശ്ചലരായി നമ്മൾ നിന്നു പോകും. അത്രയ്ക്ക് ഗംഭീരമാണ് ആ വായന എന്ന് പറയുന്നത്. അതാണ് സ്തംഭത്വം. നാലാമത്തത് ആകർഷണത്വം. കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം അങ്ങോട്ട് കേട്ടാൽ അത് ആരെയാണ് ആകർഷിക്കാത്തത്? പക്ഷികള്, മൃഗങ്ങള്, ജന്തുക്കള്, വൃക്ഷലതാദികള്, നദികള്, സമുദ്രങ്ങള്, എന്തിനു പറയുന്നു? നമ്മൾ നേരത്തെ കണ്ടു, വൃക്ഷത്തിൽ നിന്ന് ഇറുത്തെടുത്ത പൂവും വൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ പൂവും കരിയിലകൾ പോലും ആ നാദത്തിനൊത്ത് താളം ചവിട്ടിക്കളയും. അത്രയ്ക്ക് ആകർഷണമത്വമുണ്ട്. പിന്നെ ഉക്താനത്വ എന്ന് പറഞ്ഞാൽ ആരിലും അടിഞ്ഞു കൂടിയിരിക്കുന്ന ആ ദോഷങ്ങളെ, ദോഷ സ്വഭാവങ്ങളെ, അവരുടെ അതുവരെ ഉണ്ടായ സ്വഭാവങ്ങളെല്ലാം മാറി പുതിയ ഒരു സ്വഭാവമുള്ളവരായി മാറും.
അതുവരെ നമുക്കുണ്ടായിരുന്ന സ്വഭാവങ്ങളും ആ സ്വഭാവ ദൂഷ്യങ്ങളും സകലതും മാറി കൃഷ്ണന്റെ ഓടക്കുഴൽ വായന കേട്ടാൽ നമ്മൾ ആരായി മാറുന്നു? പരമശുദ്ധരായി മാറുന്നു. ആറാമത്തെ ഗുണം മാരണത്വം. മാരണത്വം എന്ന് പറഞ്ഞാൽ നമുക്കുള്ള സകല ദോഷങ്ങളെയും വേരോടെ പിഴുതെടുത്ത് കളയും. അതാണ് മാരണത്വം. നമുക്ക് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ അടിഞ്ഞു കൂടിയിരിക്കുന്ന അഴുക്കുകൾ, നമ്മുടെ മോശപ്പെട്ട ചിന്തകൾ, മറ്റുള്ളവരോടുള്ള പക, അസൂയം, ഇതിനെയൊക്കെ മാരണത്വം എന്ന ഗുണം, അതായത് കൃഷ്ണന്റെ ഓടക്കുഴൽ നാദം നിങ്ങൾ കേട്ട് കഴിയുന്നതോടുകൂടി നിങ്ങളുടെ മനസ്സിൽ അസൂയ ഇല്ലാതാകും, കോപമില്ലാതാകും, മറ്റുള്ളവനെ ചതിക്കണമെന്ന ചിന്തയില്ലാതാകും. മനസ്സിലായില്ലേ? അതേ കണക്ക് തന്നെ സ്ത്രീകളോടുള്ള അമിത ആസക്തി ഇല്ലാതാകും. അങ്ങനെ മാരണ സ്വഭാവം, നിങ്ങളുടെ എല്ലാ ദോഷങ്ങളെയും ഇല്ലാതാക്കുന്ന മാരണ സ്വഭാവം ഉള്ളതാണത്. ഇവിടെ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. അതായത് കൃഷ്ണൻ പഠിച്ച പണി മുഴുവനും നോക്കിയിട്ടും രാധാറാണി ചലിക്കുന്നില്ല, അടുക്കുന്നില്ല എന്ന് മാത്രമല്ല, കൃഷ്ണനോട് നീ കടന്നു പോയെന്ന് പറഞ്ഞപ്പോൾ ഈ 6 മാന്ത്രിക ശക്തിയുള്ള ഓടക്കുഴൽ തന്നെ വായിക്കാം, അവസാന ആയുധം. അതിലെൻ്റെ രാധ വീഴുമെന്ന ഉത്തമ വിശ്വാസം കണ്ണനുണ്ട്. അതെ അതെ, നമ്മുടെ കണ്ണൻ രാധാറാണിയെ വീഴ്ത്താൻ വേണ്ടി പിണങ്ങി നിൽക്കുന്ന രാധാറാണിയെ തന്നിലേക്ക് ആകർഷിക്കാൻ വേണ്ടി 6 മാജിക്കൽ പവേഴ്സ്, 6 മാന്ത്രിക ശക്തിയുള്ള അസാധാരണമായ ഓടക്കുഴൽ വായിക്കാൻ ഒരുങ്ങുകയാണ്. മന്മഥഖിന്നാ രുധിരസഭിന്നാ വിഷാദസമ്പന്നാ അനുചിന്തിത ഹരിചരിതാ കലഹാന്തരിതാമുവാച രഹ സഖീ. അപ്പോൾ നമ്മുടെ കാഞ്ചന അത് പാടി തന്നത് കേട്ടല്ലോ. ഇനി ശ്രദ്ധിച്ചേട്ടെ. താമഥ മന്മഥഖിന്നാം രതിരസഭിന്നാം വിഷാദസമ്പന്നാം അനുചിന്തിത ഹരിചരിതാം കലഹാന്തരിത മുവാച രഹസഖി. താമഥ അർദ്ധം ശേഷം, അതിനുശേഷം. താമഹ അതിനുശേഷം, താം അഥ. മന്മഥഖിന്ന, ഇതൊക്കെ ഞാൻ പ്രത്യേകമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. മന്മഥഖിന്ന, രതിപീഡയാൽ പീഡിപ്പിക്കപ്പെടുന്നവൾ, അല്ലെങ്കിൽ രതിയിലുള്ള താല്പര്യത്താൽ പീഡിപ്പിക്കപ്പെടുന്നവൾ, രതിയിലുള്ള താല്പര്യത്താൽ പീഡിപ്പിക്കപ്പെടുന്നവൾ. രതിരസഭിന്ന, രതി സുഖം അനുഭവിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവൾ, രതി സുഖം അനുഭവിക്കുന്നതിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവൾ. വിഷാദസമ്പന്ന, വളരെയേറെ ദുഃഖമുള്ളവൾ, വളരെയേറെ ദുഃഖമുള്ളവൾ. അനുചിന്തിത, വീണ്ടും ചിന്തിക്കുന്നവൾ, അനുചിന്തിത വീണ്ടും ചിന്തിക്കുന്നവൾ. ഹരിചരിതം, കൃഷ്ണന്റെ കഥകൾ, ഹരിചരിതം കൃഷ്ണന്റെ കഥകൾ. കലഹാന്തരിതാം, വഴക്കിട്ടതുകൊണ്ട് വഴക്കിട്ടതുകൊണ്ട് അകന്നു നിൽക്കേണ്ടി വന്നവൾ. കലഹാന്തരിതാം, വഴക്കിട്ടതുകൊണ്ട് അകന്നു നിൽക്കേണ്ടി വന്നവൾ. ഈ വാക്കിനൊക്കെ വേറെ ഒരുപാട് അർത്ഥമുണ്ട്. ഉവാജ, ഉവാജ പറഞ്ഞു. രഹ, രഹസ്യമായി. ശ്രദ്ധിച്ചു കേട്ടോ. അനന്തരം, അനന്തരം എന്ന് പറഞ്ഞാൽ കൃഷ്ണനുമായുള്ള വഴക്കിന് ശേഷം വല്ലാതെ കാമപീഠ സഹിക്കുന്നവളും രതിക്രീഡയിൽ നിന്ന് അകറ്റി നിർത്തപ്പെട്ടവളും അതിയായ വിഷാദം കലർന്നവളും ശ്രീകൃഷ്ണനുമായി മുൻപ് നടത്തിയിരുന്ന പ്രേമലീലകളെക്കുറിച്ച് വീണ്ടും വീണ്ടും ഓർക്കുന്നവളും പ്രിയപ്പെട്ടവനെ ധിക്കരിച്ചതിൽ
പശ്ചാത്തപിക്കുന്നവളുമായ രാധാറാണിയോട് സഖി രഹസ്യമായിട്ടിങ്ങനെ പറഞ്ഞു. കേട്ടോളണം, ഇവിടെ കൃഷ്ണൻ വന്ന് പലവിധ കാര്യങ്ങൾ പറഞ്ഞു. രാധേ, ഞാൻ വേറെ ഒരു സ്ത്രീയുടെ കൂടെയും പോയിട്ടില്ല, നീ മാത്രമേ ഉള്ളൂ എൻ്റെ മനസ്സിൽ. അതിന് ഓരോരോ കാരണങ്ങൾ നിരത്തി. പക്ഷേ അതൊക്കെ സ്വീകരിക്കാൻ രാധാറാണി തയ്യാറായില്ല. രാധാറാണി കൃഷ്ണനെ മാറ്റി നിർത്തി. അവിടുന്ന് കടന്നു പൊയ്ക്കൊള്ളാൻ പറഞ്ഞു. കൃഷ്ണനും ദുഃഖിതനായി. ഇത് കഴിഞ്ഞപ്പൻ രാധാറാണിയും ദുഃഖിതനായി. കാരണം ഈ സമയം കൃഷ്ണന്റെ ഉറ്റ സുഹൃത്താണ് കാമദേവൻ. അവര് തമ്മിൽ അത്രയ്ക്ക് വലിയ ബന്ധമാണ്. അതുകൊണ്ടാണ് രുക്മിണി ദേവിയുടെ മകനായിട്ട് കാമദേവൻ വന്ന് പ്രത്യുമ്നൻ എന്ന പേരിൽ ജനിച്ചത്. അപ്പൊ കൃഷ്ണന്റെ സുഹൃത്തായ കാമദേവൻ വിചാരിച്ചു, ആഹാ, എൻ്റെ കൃഷ്ണനെ രാധേ നീ മാറ്റി നിർത്തുന്നില്ലേ, ഇപ്പൊ കാണിച്ചു തരാം. തൻ്റെ കയ്യിലിരിക്കുന്ന പൂ കൊണ്ടുള്ള അമ്പുകള്, കാമബാണം, അത് തറച്ചാൽ ആരും വികാര വിവശരാകും. ആ ബാണങ്ങൾ രാധാജിയുടെ നേർക്കയച്ചു. അത് കൊണ്ടപ്പോഴത്തേക്ക് രാധാറാണി കാമം കൊണ്ട്, രതിയിലുള്ള താല്പര്യം കൊണ്ടങ്ങ് വശം കെട്ടു. അതാണ് കാമദേവൻ ഉദ്ദേശിക്കുന്നത്. രതിയിലുള്ള താല്പര്യം കൊണ്ട് നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ, അല്ലെങ്കിൽ രതിയിലുള്ള താല്പര്യം കൊണ്ട് കഷ്ടപ്പെടുമ്പോൾ ആ രതിവികാരം തീർക്കാൻ പ്രിയപ്പെട്ട കൃഷ്ണൻ വേണം. പക്ഷേ കൃഷ്ണനെ വഴക്കിട്ട് മാറ്റി നിർത്തിയും കളഞ്ഞു. സ്വാഭാവികമായിട്ടും കഷ്ടമായി പോയി. അങ്ങനെ മാറ്റി നിർത്തണ്ട എന്ന ചിന്ത ഒരു പെൺകുട്ടിക്ക് വരും. അത് ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് കൃഷ്ണന്റെ സുഹൃത്തായ കാമദേവൻ തുടരെ അമ്പുകളയച്ച് രാധാറാണിയെ പീഡിപ്പിച്ചത്. അതോടുകൂടി രാധാറാണി വല്ലാത്ത വിഷമത്തിലായി. കാരണം രതിക്രീഡ നടത്താനും പറ്റുന്നില്ല. നടത്താൻ വന്ന കാമുകൻ ഒരുപാട് കെഞ്ചിയിട്ടും അവനെ മാറ്റി നിർത്തുകയും ചെയ്തു. അപ്പൊ താനുമായി രതിലീലയാടാൻ താല്പര്യത്തോടു കൂടി വന്ന കൃഷ്ണനെ അങ്ങ് മാറ്റി നിർത്തി. അതിനുശേഷം കാണാം തൻ്റെ രതിവികാരം വർദ്ധിക്കുകയും ചെയ്തു. ഇതിനകത്ത് രാധാറാണി അങ്ങ് വിഷമിച്ചു പെട്ടുപോയി. രാധാറാണി ഒരിടത്ത് പോയി ഒറ്റയ്ക്കിരുന്ന് കൃഷ്ണനുമായി മുമ്പ് നടത്തിയിരുന്ന പ്രേമലീലകളെ കുറിച്ച് ചിന്തിച്ചു. അപ്പൊ രാധാറാണിക്ക് പശ്ചാത്താപം വന്നു. കഷ്ടമായി പോയി. ആ കൃഷ്ണൻ വന്ന് കാലേ വീണതായിരുന്നു. ഞാൻ അവനെ ഗൗരവം നടിച്ചു എന്ന് പറഞ്ഞ് മാറ്റിവിട്ടു. അവനുണ്ടായിരുന്നെങ്കിൽ എനിക്കിപ്പോൾ പണ്ട് ഞങ്ങൾ രസിച്ചതുപോലെ രതിലീല നടത്തി രസിക്കാമായിരുന്നു. കഷ്ടമായി പോയി. ഈ കൃഷ്ണനുമായിട്ട് വഴക്കിടണ്ടായിരുന്നു. സ്നേഹത്തിൽ പെരുമാറിയിരുന്നു എങ്കിൽ ഇപ്പൊ പഴയതുപോലെ കൃഷ്ണനുമൊത്ത് രതിലീലകൾ ആടാമായിരുന്നു. ഇങ്ങനെയൊക്കെ വിചാരിച്ച് രാധാറാണി അങ്ങനെ വിഷമിച്ചും പശ്ചാത്തപിച്ചും ഇരിക്കുമ്പോൾ ആ രാധാറാണിയുടെ അടുക്കലേക്ക് സഖി വന്നിട്ട് വളരെ രഹസ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞു. എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അടുത്ത ശ്ലോകത്തിൽ, അടുത്ത ക്ലാസ്സിൽ നമ്മൾ പറയും. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണൻ വന്ന് രാധാറാണിയോട് കെഞ്ചി. പക്ഷേ കൃഷ്ണനെ രാധാറാണി അകറ്റി നിർത്തി. അപ്പൊ തന്നെ കാമദേവൻ അമ്പുകൾ അയച്ചു. അപ്പൊ രാധാറാണിക്ക് രതിയിലെ താല്പര്യം വർദ്ധിച്ചു. രതിയിലെ താല്പര്യം വർദ്ധിക്കുമ്പം നമ്മുടെ കാമുകൻ വേണം. കാമുകൻ അടുത്തില്ല. ഇവിടുത്തെ ഏറ്റവും വലിയ വിഷമം കാമുകൻ അടുത്തുണ്ടായിരുന്നു. കാലേ വീണതാ. കാലുകൊണ്ട് തട്ടിക്കളഞ്ഞു കാമുകനെ. ഇനിപ്പോയി അവനെ വിളിക്കാൻ അഭിമാനമൊട്ട് സമ്മതിക്കുന്നതുമില്ല. അങ്ങനെ വല്ലാത്ത ഒരവസ്ഥയിൽ ഒറ്റപ്പെട്ട് പശ്ചാത്തപിച്ചിരിക്കുന്ന രാധാറാണിയുടെ വാഗ്മയ ചിത്രം അതിമനോഹരമായി ജയദേവ കവി വരച്ചിട്ടു. എന്ന് മാത്രവുമല്ല, ജയദേവ കവി ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന വാക്കുകൾ ശ്രദ്ധിക്കണം. മന്മഥ ഖിന്ന. എന്താ മന്മഥ ഖിന്ന എന്ന് പറഞ്ഞാൽ? മദനന്റെ, കാമദേവന്റെ അമ്പുകളേറ്റ് പിടയുകയും കൃഷ്ണനെ തനിക്ക് ലഭിക്കാത്തതിൽ വിഷമിക്കുകയും ചെയ്യുന്നു. മന്മഥ ഖിന്ന.
മന്മഥന്റെ കാമദേവന്റെ അമ്പേറ്റങ്ങ് പിടയുന്നു. എന്നിട്ട് ഖിന്ന, തനിക്ക് കൃഷ്ണനെ ലഭിക്കാത്തതിൽ വിഷമിക്കുന്നു. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഈ ഒറ്റ വാക്കുകൊണ്ട് ജയദേവ കവി പറയുന്നത് രാധാറാണിക്ക് രതി പീഠകൾ അനുഭവിക്കുകയും ചെയ്യുന്നു, അതേസമയം കൃഷ്ണനോട് അങ്ങനെ പെരുമാറിയതിൽ വിഷമവും തോന്നുന്നു. എന്നിട്ട് ജയദേവ കവി പ്രയോഗിച്ചത് നോക്കേ, രതി രസ ഭിന്ന എന്ന വാക്കാണ്. രതി രസ ഭിന്ന എന്താണ്? രതി രസ ഭിന്ന എന്ന് പറഞ്ഞാൽ രതിലീല നടത്താൻ അവസരം കൈവെള്ളയിൽ കിട്ടിയതാണ്. കൃഷ്ണൻ വന്ന് കാലേ വീണതാണ്. ആ സമയത്ത് ഒന്ന് ക്ഷമിച്ചിരുന്നെങ്കിൽ ഇപ്പൊ രതിലീലയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നേനെ. അപ്പം രതിലീല നടത്താൻ അവസരം കയ്യിൽ കിട്ടിയിട്ടും അതിന് കഴിയാതെ വന്നതിൻ്റെ ദുഃഖം അനുഭവിക്കുന്നു. അതാണ് രതി രസ ഭിന്ന എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നെന്താ പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കെ, വിഷാദ സമ്പന്നാം, ഭയങ്കര ദുഃഖം വന്നു മൂടി. കാരണം കൃഷ്ണനുമായി രമിക്കണമെന്ന തീവ്രമായ ആഗ്രഹം വന്നിട്ട് അത് നടക്കാതെ പോയി, പരാജയപ്പെട്ടു പോയി. അതിൽ വിഷാദം കൊണ്ട് സമ്പന്നയായി, പണക്കാരിയായി. ഇല്ലേ, ധനം കൊണ്ട് സമ്പന്നയാകുന്ന ആൾക്കാരുണ്ട്. ഇവിടെ ദുഃഖം കൊണ്ട് സമ്പന്നയായി പോയെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞിരിക്കുന്നത് എന്താ? അനുചിന്തിത ഹരിചരിതം. അതായത് തുടർച്ചയായി അങ്ങ് കൃഷ്ണനെ കുറിച്ച് ചിന്തിക്കുകയാണ്. അതിൻ്റെ അർത്ഥം രാധാറാണിക്ക് കൃഷ്ണനോട് എന്തുമാത്രം സ്നേഹമുണ്ട്. രാധാറാണി എത്ര കണ്ട് കൃഷ്ണനുമായി കലഹിച്ചാലും കൃഷ്ണനെ വെറുക്കാനോ കൃഷ്ണനെ മറക്കാനോ രാധാറാണിക്ക് കഴിയില്ല. കൃഷ്ണനോട് പരുഷമായി പെരുമാറിയിട്ട് ചെന്നിരുന്നു കൊണ്ട് കൃഷ്ണനുമൊത്ത് മുമ്പ് നടന്ന രതിലീലകൾ ചിന്തിക്കുകയാണ്. ഇനിയാണ് പറയുന്ന വാക്ക് കലഹാന്തരിത. കലഹാന്തരിത എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിൽ കീഴടങ്ങി തന്നെ അനുനയിപ്പിക്കാൻ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ സോപ്പിടാൻ വന്ന പ്രിയപ്പെട്ട നായകനെ അകറ്റി നിർത്തിയിട്ട് ഭയങ്കരമായ കാമമുണ്ടായി വിഷമിച്ചു കഴിയുന്നവളെയാണ് കലഹാന്തരിത. ശാസ്ത്രപ്രകാരം, നാട്യശാസ്ത്രമൊക്കെ വായിച്ചിട്ടില്ലേ നിങ്ങൾ? ശാസ്ത്രപ്രകാരം 5 ലക്ഷണങ്ങൾ ഒത്തുവന്ന നായികയെ മാത്രമേ കലഹാന്തരിത നായിക എന്ന് പറയാൻ പറ്റൂ. 1, അനുനയിപ്പിക്കാൻ നായകൻ വരുമ്പോൾ അവനെ പുച്ഛിച്ചു പറഞ്ഞു വിടുക. നീ പറഞ്ഞതൊക്കെ കള്ളത്തരമാണെന്ന് പറഞ്ഞ് അകറ്റി നിർത്തുക. ഇവിടെ രാധാറാണി അത് ചെയ്തു. കൃഷ്ണൻ വന്ന് സോപ്പിടാൻ ശ്രമിച്ചപ്പോൾ, അതാണ് നമ്മുടെ ഭാഷ, കൃഷ്ണൻ വന്ന് സോപ്പിടാൻ ശ്രമിച്ചപ്പോൾ കൃഷ്ണനെ പുച്ഛിക്കുകയും നീ പൊയ്ക്കോ എന്ന് പറയുകയും നീ എൻ്റെ മുമ്പിൽ കള്ളത്തരം പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കുന്നു എന്ന് പറയുകയും ചെയ്തു. ഇനി രണ്ടാമത്തെ ഗുണം ശാസ്ത്രം പറയുന്നത്, നായിക കർശനമായി വിമർശിക്കുകയും ആരോപണം ഉന്നയിക്കുകയും വേണം നായകനോട്. ഇവിടെ അതും നടന്നു. രാധാറാണി ശക്തമായി വിമർശിച്ചു, വ്യക്തമായി വിമർശിക്കുകയും നീ മറ്റു പെണ്ണുങ്ങളുമായിട്ട് ഇങ്ങനെ നടക്കുകയാണ് എന്നിട്ട് ആരോപണങ്ങൾ ഉന്നയിച്ചു. ദാ നിന്റെ നെഞ്ചത്ത് ഒരു പെണ്ണിൻ്റെ കാൽപ്പാട്, അത് നീ ആ പെണ്ണിൻ്റെ കാലിൽ ചരണച്ചെഞ്ചാറ് പുരട്ടി എടുത്ത് നെഞ്ചത്ത് വെച്ചതാണെന്നൊക്കെ പറഞ്ഞ് ആരോപണങ്ങൾ ഉന്നയിച്ചു. മൂന്നാമത്തത്, എത്ര കണ്ട് നായകൻ താഴുന്നുവോ അത്ര കണ്ട് ശാഠ്യം പിടിച്ചു നിൽക്കണമെന്നാണ്. അതും ഇവിടെ രാധാറാണിക്ക് സംഭവിച്ചു. കൃഷ്ണൻ താരാവുന്നതിൻ്റെ പരമാവധി താണ് കാൽക്കൽ വീണു. അപ്പോഴും രാധാറാണി ശാഠ്യം പിടിച്ചു നിന്നു. ഇല്ല, നീ അന്യ സ്ത്രീകളുമായി രമിച്ചതാണ്, പോകൂ എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? എത്ര കണ്ട് താഴുന്നുവോ അത്ര കണ്ട്. നാലാമത്തെ കാര്യം എന്താണെന്നറിയാവോ? അങ്ങനെ നായകൻ പൊയ്ക്കഴിയുമ്പോൾ പഴയ ലീലകൾ ഓർത്തു വിഷമിക്കണം. ഇവിടെ അതും നടന്നു. കൃഷ്ണനെ അങ്ങോട്ട് വിട്ടിട്ട് രാധാറാണി ഒറ്റയ്ക്ക് പോയിരുന്ന് പഴയ കാര്യങ്ങളൊക്കെ ഓർത്ത് വിഷമിക്കാൻ തുടങ്ങി. ഇനി അഞ്ചാമത്തെ കാര്യം, നായകൻ പോയതിൽ മനസ്സിൽ ഉത്കണ്ഠ നിറയുകയും ആ ഉത്കണ്ഠ നിറഞ്ഞ മനസ്സിൽ നായകനല്ലാതെ മറ്റാരും നിറഞ്ഞു നിൽക്കരുത്. ഇവിടെ ഈ അഞ്ചാമത്തെ കാര്യവും സംഭവിച്ചു. കൃഷ്ണൻ പൊയ്ക്കഴിഞ്ഞപ്പോൾ രാധാജിയുടെ മനസ്സിൽ കൃഷ്ണൻ അങ്ങ് നിറഞ്ഞു. ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നുമില്ല. ഈ 5 ലക്ഷണങ്ങൾ ഒത്തുവരുന്നവരെ മാത്രമേ
കലഹാന്തരിത എന്ന് പറയാൻ പറ്റൂ. ഇവിടെ രാധാറാണി ഈ 5 ലക്ഷണവും ഒത്തു വന്നത് കൊണ്ട് ജയദേവ കവി ഈ ശ്ലോകത്തിൽ രാധാറാണിയെ കലഹാന്തരിത നായിക എന്ന് വിളിക്കുന്നു. അതിലെ അവസാനത്തെ ലക്ഷണമാണ് എത്ര കണ്ട് കലഹിച്ചാലും അവൾക്ക് ഉത്കണ്ഠ വരണം നായികയ്ക്ക്, എന്നിട്ട് ആ മനസ്സിൽ അത് നിറഞ്ഞു നിൽക്കണം. അതേ, കൃഷ്ണനോട് വല്ലാതെ കലഹിച്ചു, കൃഷ്ണനോട് വല്ലാതെ കലഹിച്ചു. പക്ഷേ കൃഷ്ണന്റെ അടുക്കൽ നിന്ന് മാറിക്കഴിഞ്ഞതോടുകൂടി ഹൃദയം നിറയെ കൃഷ്ണനായി, ഹൃദയം നിറയെ കൃഷ്ണനായി. ഈ പ്രപഞ്ചത്തിലെ മറ്റൊന്നുമില്ല. അതേ, രാധാറാണിയുടെ ഹൃദയം നിറയെ കൃഷ്ണനാണ്, രാധാജിയുടെ ഹൃദയം നിറയെ കൃഷ്ണനാണ്, രാധാജിയുടെ ഹൃദയം നിറയെ കൃഷ്ണനാണ്. അതേ, കൃഷ്ണന്റെ നിറം, കൃഷ്ണനെ അങ്ങനെ നിറച്ച് നിറച്ച് ഹൃദയത്തിലാക്കി ആ നീല നിറം രാധാജിയുടെ ഹൃദയത്തിനും വന്നു. രാധേ രാധേ ഓ രാധേ രാധേ, 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 രാധേ രാധേ ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.